സർ, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാരാണ് ഭരിക്കുന്നത്. അവിടെ വലിയ കോലാഹലങ്ങൾ നടക്കുകയാണ്. 30 MLA മാർ പാർട്ടി വിട്ടു പോകാൻ നിൽക്കുകയാണ് എന്ന് കേൾക്കുന്നു. എന്താണ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ വീഴുമോ നിലത്ത്? ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? ഈ തലയ്ക്ക് ഒരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ മൊത്തം ബാധിക്കും. ശരീരത്തിന് തളർച്ച, അത് ശരീരത്തിൽ പ്രകടമാകും. ബ്രെയിൻ എന്തെങ്കിലും പറ്റിയാൽ എന്തായിരിക്കും? അതുപോലെ തലയാണിപ്പോൾ പോയിരിക്കുന്നത്. ആരുടെ? ആം ആദ്മിയുടെ. അതായത് രാജ്യ തലസ്ഥാനം മോളിൽ അവിടെ അടിച്ച് പരത്തിയിട്ടിരിക്കുകയാണ് തല. പിന്നെ ഇങ്ങനെ വാല് കിടന്ന് പെടയുകയാണ്. അതാണിപ്പോൾ പഞ്ചാബിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഈ രാജ്യതലസ്ഥാനത്ത് നിന്ന് തുടങ്ങി അവരുടെ ഒരു തേരോട്ടം അങ്ങ് വ്യാപിക്കാൻ തുടങ്ങി എന്നൊക്കെ ആൾക്കാരെ മുഴുവൻ കയ്യിലെടുത്തല്ലോ അരവിന്ദ് കെജ്രിവാൾ. അത് വേറൊരു തന്ത്രമായിരുന്നു. അപ്പം പഞ്ചാബിൽ ഭരണം പിടിച്ചെടുത്തു. ആർക്ക് നഷ്ടമുണ്ടായി? കോൺഗ്രസിനാണ് നഷ്ടമുണ്ടായത്. ഡൽഹിയിൽ ആർക്ക് നഷ്ടമുണ്ടായി? കോൺഗ്രസിന് നഷ്ടമുണ്ടായി. അപ്പോൾ ഈ കോൺഗ്രസിന് നഷ്ടമുണ്ടാകുന്നിടത്തൊക്കെ BJP സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിഞ്ഞു വീഴ്ത്തുകയാണ് കോൺഗ്രസിന്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ആദ്മി കയറി വന്നു. പക്ഷെ ആ ആദ്മിയാണ് ഇപ്പോൾ അവിടെ തളർത്തി ഇട്ടിരിക്കുന്നത്. അങ്ങനെ പഞ്ചാബിലേക്ക് കയറി വന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ അവർ മത്സരിക്കുന്നു. ബംഗാളിൽ മത്സരിക്കുന്നു, ത്രിപുരയിൽ മത്സരിക്കുന്നു, ഗോവയിൽ ഗോവ സ്റ്റേറ്റ് തന്നെ അവർ നോട്ടം ഇട്ടതാണ്. അതിനാണല്ലോ മദ്യനയ അഴിമതി പെട്ടുപോയത്, അതിൽ മുങ്ങിക്കുളിച്ചത്. അത് ചെറിയൊരു സംസ്ഥാനമല്ലേ, അതിങ്ങ് വിലക്കെടുക്കാമെന്നുള്ള രീതിയിലുള്ള കണക്ക് കൂട്ടലായിരുന്നു കേജ്രിവാളിന് ഉണ്ടായിരുന്നത്. അത് BJPയുടെ കയ്യിലിരിക്കുന്നതല്ലേ. അപ്പോൾ 2 കോൺഗ്രസിൻ്റെ സംസ്ഥാനവും പിടിച്ചു, ഇനി ഒരു BJP ഇരിക്കുന്നിടവും പിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കേജ്രിവാൾ ഇന്ത്യ മുഴുവൻ സ്വപ്നം കണ്ടു നടന്ന ആളാണ്. അവിടെയാണിപ്പോൾ അടിയേറ്റിരിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് അടിയേറ്റ് കഴിഞ്ഞിപ്പോൾ ഇവിടെ പഞ്ചാബിൽ സംഭവിക്കുന്ന എന്താണ്? പഞ്ചാബിലെ 2022 ഇപ്പോഴത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ഭഗവന്ത് മാനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. കോൺഗ്രസിന് അവിടെ പാളിച്ച സംഭവിച്ചു. അതായത് 2022 തെരഞ്ഞെടുപ്പിന് തൊട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റി അവര്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അതെ, അവർക്ക് വലിയ വീഴ്ചയാണ് പറ്റിയത്. അതിനകത്ത് വലിയ തിരിച്ചടി ഉണ്ടായി. ആ സ്പേസിലേക്കാണ് ആര് കയറി വന്നത്? ആം ആദ്മി കയറി വന്നത്. BJPക്ക് അവിടെ സ്പേസ് കുറവാണ്. അവിടെ അന്നത്തെ കക്ഷിനില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 117 നിയമസഭാ മണ്ഡലമാണ് ഉള്ളത്. ആം ആദ്മിക്ക് 92 ഇടങ്ങളിലെ 18 ഇടങ്ങളിലെ കോൺഗ്രസ്, മറ്റുള്ളവര് 7, അങ്ങനെ നിൽക്കുകയാണ്. ഇതിലാണ് ഇപ്പോൾ ഒരു 30 പേര് എന്ത് ചെയ്യുന്നു? ആം ആദ്മി വിടാൻ തീർച്ചപ്പെടുന്നു, കോൺഗ്രസിലേക്ക് പോവുകയാണ്. അവിടെ കോൺഗ്രസിന് ഒരു ചെറിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാരിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ല, അവിടെ ഈ 30 പേര് പെട്ടെന്ന് ഇങ്ങനെ വിടാനുണ്ടായ കാരണം ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും? അല്ല, ഡൽഹി തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവർക്ക് മനസ്സിലാകുന്നു കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ആം ആദ്മിക്ക് പരാജയം സംഭവിക്കാൻ പോകുന്നു എന്ന്. അതുമല്ല, ഈ ഭഗവത് മാനിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് ഈ 30 MLA-മാർ നാളുകൾക്ക് മുമ്പ് തന്നെ കേജ്രിവാളിനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് മുഴുവൻ പേരായിട്ടും ഒറ്റയ്ക്കൊറ്റയ്ക്കായും പോയി അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചു. ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാകട്ടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് ഇരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആദ്മിക്ക് വലിയ പരാജയം സംഭവിച്ചു. അപ്പോൾ പിന്നെ ഇവർ ചുവടുമാറ്റത്തിനുള്ള നീക്കം ആരംഭിച്ചു. നമ്മളെ നേരത്തെ വാർത്തകൾ വന്നത് ഈ ഭഗവന്ത് മാനിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല, പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. ഇപ്പോൾ ഡൽഹിയിൽ അവർ സൗജന്യ വൈദ്യുതി കൊടുക്കുന്നു, സൗജന്യമായി വെള്ളം കൊടുക്കുന്നു, ഇങ്ങനെ ഒരുപാട് സൗജന്യ സേവനങ്ങൾ കൊടുക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ ഇത്തരം സൗജന്യ സേവനങ്ങൾ പഞ്ചാബിൽ നടപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അക്കാര്യത്തിൽ ഭഗവന്ത് മാൻ
ഒരു തൃപ്തികരമായ പ്രവർത്തനം നടത്തിയില്ല എന്നുള്ള പരാതിയാണ് മുമ്പ് തന്നെ ഉയർന്നിരുന്നത്. ഈ ഡൽഹിയിൽ കൊടുത്ത സൗജന്യ പെരുമഴ തന്നെയാണ് പഞ്ചാബിൽ അവർ മുന്നോട്ട് വെച്ചത്. ഡൽഹിയിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഞ്ചാബിലും അത് പ്രതീക്ഷിച്ചു. അവർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ ഈ ഭഗവന്മാനിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളതും അതിനകത്ത് വ്യക്തമാണ്. കോൺഗ്രസ്സുകാരും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥ പിടിച്ച ഒരു സംസ്ഥാനമാണ്. ഒന്ന്, അവിടെ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ്, അറിയാമല്ലോ. അതുകൂടാതെ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് അവിടെ വലിയ പ്രവർത്തനമാണ്. മതം മാറ്റം വലിയ തോതിൽ മതം മാറി നടന്നു കഴിഞ്ഞാലും എന്താണ്, അവര് പിന്നെയും ഈ സിഖ് തലപ്പാവൊന്നും ഉപേക്ഷിക്കുന്നുമില്ല. അവിടെ സിഖുകാർ തന്നെ പിന്നെ 2 വിഭാഗമുണ്ട്. സവർണ ഉന്നത കുലജാതർ, പിന്നെ താഴെത്തട്ടിലുള്ളവർ, ജാട്ട് സിഖ് എന്ന് പറയുന്നത് അതൊന്ന്. പിന്നെ ഖാലിസ്ഥാൻ തീവ്രവാദം അങ്ങേയറ്റം നിൽക്കുന്നിടമാണ് എവിടെ, പഞ്ചാബിലെ. അതാണ് നമ്മൾ കാനഡയിൽ നോക്കിക്കേ, ഖാലിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായി. ജസ്റ്റിൻ ട്രൂഡോയുടെ കാര്യവും തീർന്നില്ല, രാഷ്ട്രീയ ഭാവിയും അവതാളത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി അവിടെ ഈ നമ്മൾ 92 ആം ആദ്മി എന്ന് പറഞ്ഞു, 18 കോൺഗ്രസ് എന്ന് പറഞ്ഞു. ഈ 30 പേര് ഇങ്ങോട്ടേക്ക് മാറിയാലും 30 + 18 48 സീറ്റ് കോൺഗ്രസിനുണ്ടെന്ന് വിചാരിക്കുക. കോൺഗ്രസിന് അധികാരത്തിലേക്ക് ചാടി വരാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും കേവല ഭൂരിപക്ഷം ആർക്ക് നിൽക്കുന്നു? ആം ആദ്മി പാർട്ടിക്ക് നിൽക്കുന്നു. 59 സീറ്റ് മതി നിൽക്കുന്നു. ഈ ഭഗവന്മാനിനെ പറ്റി അവിടെ വലിയ അതൃപ്തിയാണ് ആം ആദ്മിയിലുള്ളവർക്ക്. ഡൽഹിയിൽ കേജ്രിവാളിന് വലിയ പരാജയം. പാർട്ടിക്ക് മാത്രമല്ല, കേജ്രിവാളും പരാജയപ്പെട്ടു. കേജ്രിവാളിനൊരു നോട്ടമുണ്ട് പഞ്ചാബിലേക്ക്, മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഭഗവന്മാനെ അവിടെ നിന്ന് മാറ്റുക, കേജ്രിവാൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. കേജ്രിവാളിന് എന്തായാലും ഇനിയിപ്പോൾ സ്ഥാനമില്ലാതിരിക്കാൻ, അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം, 22 സീറ്റ് ഡൽഹിയിൽ ഉണ്ടല്ലോ. ഏതായാലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷമാണ് എന്ത് പറഞ്ഞാലും. ഈ കോൺഗ്രസിനെ ഇവർ കൂടെ ചേർത്ത് പിന്നെ തോളിക്കൈയിട്ട് മത്സരിച്ചിരുന്നുവെങ്കിലുണ്ടല്ലോ ഈ 22 കിട്ടത്തില്ലായിരുന്നു. കെട്ടിവെച്ച പണം പലയിടത്തും കിട്ടാതെ പോകുന്ന അവസ്ഥയിൽ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് കേജ്രിവാൾ അത് വളരെ ബുദ്ധിപൂർവ്വം കളിച്ചതാണ് കേട്ടോ. കോൺഗ്രസിനെ അവരെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. അതിനകത്ത് വേറെ കഥകളൊക്കെ ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ കേജ്രിവാളിനൊരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടം എന്ന് പറയുന്നത് എന്തായാലും അത് നമ്മളുടെ വെറുതെ ഉള്ളൊരു ഊഹമൊന്നും അല്ല, അങ്ങനെ തന്നെയാണ്. കേജ്രിവാൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും, ഭഗവന്മാനിനെ മാറ്റുകയും ചെയ്യും. ഈ കോൺഗ്രസ് ആണെങ്കിലോ ഈ ആം ആദ്മിയുടെ പ്രതിസന്ധി അങ്ങനെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്മി വലിയ പ്രതിസന്ധിയിലേക്കൊക്കെയാണ് എന്ന് അവർ വരുത്തി തീർത്തുകൊണ്ടാണ് ഈ പിന്നെ കോൺഗ്രസിലേക്ക് 30 പേരെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിൻ്റെ ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സമീപകാലത്തായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല സംസ്ഥാനങ്ങളും അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഒരു ഗതിയുമില്ലാത്ത രീതിയിൽ പപ്പുമോൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ എങ്ങാണ് ഒരു കച്ചിത്തുരുമ്പ് ഈ പഞ്ചാബിൽ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ ആം ആദ്മി MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടി ഇവരെ ഓരോ MLA-മാരുമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവരെന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കയ്യിൽ പണമില്ല, BJP-ക്കാർ കോടികൾ കൊടുത്ത് വാങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് പിന്നെ ഓപ്പറേഷൻ ലോട്ടസ്, അതെ. പിന്നെ കോൺഗ്രസ്സുകാരുടെ പിന്നെ പൈസ ഇല്ല, അത് വേറെ കാര്യമായി. ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലമായി? 10 വർഷം കഴിഞ്ഞില്ലേ? പിന്നെ ഉള്ളത് മുഴുവൻ ഈ പിന്നെ നമ്മുടെ പപ്പുമോനും KC വേണുഗോപാലിനും ഒക്കെ തിന്നു കുടിച്ച് കിടക്കണ്ടേ? അതിനൊക്കെ പിന്നെ വേണ്ടേ? ഇവർക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയും ഒക്കെ വേണം. അപ്പോൾ കോൺഗ്രസിൻ്റെ പണമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും
ഇവിടെ അവരൊരു കച്ചിത്തുരുമ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ നമ്മുടെ കേജ്രിവാള് അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുമുള്ള, അതായത് ഭഗവത് മാനിനെതിരെ ഒരു വലിയ പടയൊരുക്കം ആം ആദ്മിയിലുണ്ട് എന്നുകൂടി വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ 30 സീറ്റ് ഇങ്ങോട്ട് മറിയുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.